പിറ്റേന്ന് രാവിലെ പൊന്നു മോളെ എഴുന്നേറ്റേ, ക്ലാസ്സിന് പോകണ്ടേ ഇന്ന്. മുറിയിലേക്ക് കയറി വന്ന റീന അവളെ തട്ടി വിളിച്ചു. 10 മിനിറ്റൂടെ മമ്മി പ്ലീസ്. വീട്ടിലാണെന്ന് കരുതി അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും റീനയ്ക്ക് ചിരി വന്നു. മോളെ ഇന്നല്ലേ ക്ലാസ്സിന് ജോയിൻ ചെയ്യണ്ടേ, താമസിക്കാൻ പാടില്ല, എഴുന്നേറ്റേ. റീന വീണ്ടും അവളെ തട്ടി വിളിച്ചു. അവൾ ഒന്നുകൂടി ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് പുതപ്പെടുത്ത് പുതച്ച് തിരിഞ്ഞു കിടന്നു. കുറുമ്പി പെണ്ണ്. റീന അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പൊന്നു ദേ ചേട്ടായി വന്ന് നിൽക്കുന്നു. അങ്ങോട്ടേക്ക് കയറി വന്ന ആൽബി പറഞ്ഞു. ചേട്ടായി എന്ന് കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു. ആൽബിയെ നോക്കിയപ്പോഴുണ്ട് അവൻ ചിരിച്ചു കാണിക്കുന്നു. അപ്പോഴാണ് അവൻ തന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായത്. അടുത്തിരുന്ന തലയണയെടുത്ത് അവൻ്റെ മേലേക്ക് എറിഞ്ഞു. അവനത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചു. അത് കൊണ്ടുവന്ന് കട്ടിലിലേക്ക് വെച്ചിട്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി. അവൾ അവനെ കെറുവോടെ നോക്കി മുഖം തിരിച്ചു. ഹാ, എൻ്റെ പൊന്നുമോളിച്ചായനോട് പിണക്കമാണോ? അവൻ അവളുടെ മുഖം അവന് നേരെ തിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. പിന്നെ സുനാമി വന്നെന്ന് പറഞ്ഞാലും ഭൂകമ്പം വന്നെന്ന് പറഞ്ഞാലും ഞാൻ പേടിക്കില്ല. പക്ഷെ അങ്ങേരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് വയറ്റി വെപ്രാളം തുടങ്ങും. അപ്പോഴാ പൊന്നു മനസ്സിൽ പറഞ്ഞു. രണ്ടും കൂടി രാവിലെ ഇരുന്ന് കൊഞ്ചാതെ പോയി ഫ്രഷ് ആയിക്കേ. റീന കപടദേഷ്യത്തോടെ പറഞ്ഞ് താഴേക്ക് പോയി. നിനക്ക് നല്ല പേടിയാണല്ലേ ചേട്ടായിനെ? റീന പോയതും ആൽബി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എനിക്കോ? അയാളെയോ? എനിക്ക് അയാളെ പേടിയൊന്നുമില്ല, പൊന്നു അവനെ നോക്കി പറഞ്ഞു. പിന്നെ നീ എന്തിനാ ചേട്ടായി എന്ന് കേൾക്കുമ്പോഴേ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? ആൽബി കളിയാക്കി ചോദിച്ചു. അത് ഒന്നുമില്ല, എന്തോ ഓർത്തുന്ന പോലെ അവൾ പറഞ്ഞു. മോളെ ഇച്ചായം പാവമാടി, കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. എന്താവശ്യത്തിന് വിളിച്ചാലും രാവൊന്നും പകലൊന്നും നോക്കാതെ പുള്ളി ഓടി വരും. ഞങ്ങളെയൊക്കെ സ്വന്തം അനിയന്മാരെ പോലെയാണ് കാണുന്നേ. ഞങ്ങൾക്കും അങ്ങനെയാ, ആൽബി അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ തല്ലിയതോ? അവൾ കണ്ണുകൾ നിറച്ച് കവളിൽ കൈവച്ച് ആൽബിയെ നോക്കി പറഞ്ഞതും ആൽബിക്ക് വിഷമമായി. അത് ചേട്ടായിക്ക് അത്രയും ദേഷ്യം വന്നിട്ടാ. അവൻ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ പൊന്നുവിന് വിഷമവും കുറ്റബോധവും തോന്നി. അത് ഞാനെന്നാ ചേച്ചിയോട് പറഞ്ഞതാ ആ ഡ്രസ്സ് വേണ്ടാന്ന്, ഒന്ന് ഇട്ട് കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാ. അവൾ കരഞ്ഞുകൊണ്ട് ആൽബിയോട് പറഞ്ഞു. അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൽബി പറഞ്ഞത് കേട്ടതും അവൾ അവനെ നോക്കി തലയാട്ടി. ഞാനിപ്പോൾ വന്നത് മോളോട് മറ്റൊരു കാര്യം പറയാനാ. ആൽബി പറഞ്ഞതും അവൾ എന്താ എന്നുള്ള രീതിയിൽ ആൽബിയെ നോക്കി. മോൾ ഇന്നു മുതൽ ചേട്ടായിയുടെ കൂടെയല്ലേ പോകുന്നേ? ചേട്ടായിക്ക് ദേഷ്യം വരുന്ന രീതിയിൽ മോൾ ഒന്നും കാണിക്കരുത്. ചേട്ടായിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്നാൽ ചേട്ടായി അല്ലാതെയായി മാറും. ആ സമയം ആർക്ക് ചേട്ടായിയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലായോ? ആൽബി പറഞ്ഞതും അവൾ മനസ്സിലായി എന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി. എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. അവൻ അവളോട് ഫ്രഷ് ആക്കാൻ പറഞ്ഞിട്ട് താഴേക്ക് പോയി. അവൾ റിച്ചിയുമായിട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ ഓർത്തു. തനിക്ക് അയാളോട് ദേഷ്യമുണ്ടോ? ഇല്ല, ദേഷ്യമല്ല അയാളോട്, പരിഭവമാണ്. എല്ലാവരും പറയുന്നു കുഞ്ഞുനാളിൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളാണെന്ന്. പക്ഷേ ഇപ്പോൾ തന്നോട് ദേഷ്യമാണ്. അതിൻ്റെ കാരണം എനിക്കറിയില്ല. കുഞ്ഞുനാളിൽ കണ്ട ഓരോ ഓർമ്മ പോലും എനിക്കില്ല. ഇവിടെ വെച്ച് അന്ന് ചാർലിയെ തിരക്കി പോയപ്പോഴാണ് ആദ്യമായിട്ട് അയാളെ കാണുന്നത്. അയാൾ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ചില സമയങ്ങളിൽ തോറ്റു കൊടുക്കാൻ വയ്യാണ്ടാകുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എബി അതെങ്ങനെയായിരിക്കും അറിഞ്ഞത്? അവൾ സ്വയം ചിന്തിച്ചു. കുളിച്ചിട്ടിറങ്ങിയ അവൾ മുറിയിൽ വന്ന് റെഡിയായി. അയാളുടെ കൂടെ പോകുന്നതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും തനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. അറിവും വിദ്യാഭ്യാസവും മാത്രമേ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. മാത്രമല്ല, എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം അതെന്താണെന്ന് എനിക്കറിയണം. ഒരു സ്കിൻ ഫിറ്റ് ജീൻസും അരയ്ക്ക് കുറച്ച് താഴോട്ടുള്ള ടോപ്പുമാണ് അവളുടെ വേഷം. കണ്ണ് താഴെ മാത്രം കട്ടിക്ക് എഴുതിയിട്ടുണ്ട്. മുടി മുൻപിൽ മാത്രം കുറച്ച് പഫ് എടുത്തിട്ട് ബാക്കി അഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ സ്വർണ്ണ ചെയിനും മറ്റേ കയ്യിൽ ഒരു വാച്ചും ഉണ്ട്. കഴുത്തിൽ എം എന്ന അക്ഷരത്തോടു കൂടിയ ലോക്കറ്റുള്ള ഒരു സിമ്പിൾ ചെയിനും കിടപ്പുണ്ട്. രാവിലെ എഴുന്നേറ്റ് ബൈക്ക് കഴുകുകയാണ് റിച്ചി. തൻ്റെ പെണ്ണിൻ്റെ കൂടെയുള്ള ആദ്യത്തെ യാത്രയാണ്. താൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചത്. ജോലി കിട്ടിയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ബുള്ളറ്റാണിത്. ആദ്യം മമ്മിയെയും പിന്നെ തൻ്റെ പെണ്ണിനെയും കയറ്റണമെന്നായിരുന്നു ആഗ്രഹം. അവൾ കൊച്ചായതുകൊണ്ടും താനുമായിട്ട് ഇഷ്ടത്തിലായ പഠിത്തത്തിൽ ഉഴപ്പു എന്ന് കരുതിയിട്ടാണ് അവളെ ഇഷ്ടം പറഞ്ഞ് ശല്യം ചെയ്യാൻ പോകാഞ്ഞത്. എന്നായാലും അവൾ തൻ്റേതാകുമല്ലോ എന്ന് കരുതി. മീനുവും മക്കുവും വരുമ്പോഴും അവളുമാരെ എൻ്റെ ബൈക്കിൽ കയറ്റൂല. അപ്പുറത്ത് പോയി അപ്പുവിൻ്റെയോ ആൽബിയുടെയോ ബൈക്ക് എടുത്തിട്ട് കൊണ്ടുപോകും. ചെന്നൈയിൽ പോയപ്പോഴും പല പെൺകുട്ടികൾ തൻ്റെ ബൈക്കിൽ കയറാൻ ഓരോ ഉടായ്പുമായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല.
തൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ താൻ സ്വാർത്ഥനായി പോകുന്നുണ്ട്. തനിക്ക് അവളോടുള്ള പ്രണയത്തിനും സ്വാർത്ഥതയ്ക്കും അത് വീഞ്ഞിനേക്കാൾ പഴക്കമുണ്ട്. ചേട്ടായിയേ, എന്താ രാവിലെ ഒരു ചിരിയും സ്വപ്നം കാണലും? അങ്ങോട്ടേക്ക് വന്ന കിച്ചു ചോദിച്ചു. പോടാ പോടാ, കോളേജിൽ പോകാൻ നോക്ക്, റിച്ചി പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഓ, ഇപ്പൊ നമ്മളൊക്കെ പുറത്ത്. നടക്കട്ടെ, ഇന്ന് അവളെ കൂടി കൊണ്ടുപോകുമല്ലേ, ഇനി നമ്മളെ ഒന്നും കാണില്ല. അവൻ കള്ളക്കണ്ണീർ തുടച്ചുകൊണ്ട് റിച്ചിയോട് പറഞ്ഞു. ഡാ മതി മതി, മതിയാക്കിയത്. കൂടെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, അതിൻ്റെ പപ്പും കൂടെ ബാക്കി വെച്ചേക്കണം. കൊണ്ടുപോകുന്നത് പോലെ തിരിച്ചു കൊണ്ട് വന്നേക്കണം. കിച്ചു കുറച്ച് കാര്യമായും കളിയായോ അവനോട് പറഞ്ഞു. അതെ മോനെ കിച്ചു, അവളെ ഈ റിച്ചിയുടെ കൊച്ചാ. അവളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അവളുടെ ഇച്ഛായും തീരുമാനിച്ചോളും. നീ കോളേജിൽ പോയി പഠിക്കാൻ നോക്ക്. അറിയാലോ എന്നെ, വല്ല സബ്ജക്റ്റിന് സപ്ലി വന്ന കാലേ വാരം നിലത്തടിക്കും ഞാൻ. റിച്ചി അവനെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് കപട ദേഷ്യത്തോടെ പറഞ്ഞതും കിച്ചു ഞെട്ടി. ഏയ്, ചേട്ടായി തമാശ പറയല്ലേ? കിച്ചു അവൻ്റെ കൈ തോളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ തമാശകൾ പറയാറില്ലെന്ന് നിനക്കറിയാലോ. റിച്ചി പറഞ്ഞതും കിച്ചു നിന്ന് പരുങ്ങാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ റിച്ചിക്ക് ചിരി വന്നെങ്കിലും അവൻ മുഖത്ത് ദേഷ്യം വിട്ടില്ല. കിച്ചു അവനെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് അകത്തേക്കോടി. ഒരുങ്ങിക്കഴിഞ്ഞ് മമ്മിയെ വിളിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ബാഗും എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി. താനിന്ന് ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് ഇന്നലെ അലക്സി അങ്കിൾ വൈകിട്ട് കടയിൽ പോയി ബാഗും ബുക്കും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. താഴെ അവളെ കാത്തുന്ന പോലെ എല്ലാവരും ഡൈനിങ് ടേബിളിലുണ്ടായിരുന്നു. വാ മോളെ, വന്നിരിക്ക്. അമ്മച്ചി അവളെ വിളിച്ചതും പതിവ് പോലെ തന്നെ അവൾ വന്ന ആൽബിയുടെയും അപ്പുവിൻ്റെയും നടുവിലായിട്ടിരുന്നു. അവൾ അവിടെ ഇരിക്കുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് അവർ രണ്ടുപേരും അവൾക്കായിട്ട് ഒരു കസേര എന്നും ഒഴിച്ചിടും. അവൾ വന്നിരുന്നതും അപ്പു ഓരോന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അവളുടെ കുറുമ്പോടിയുള്ള പിണക്കം കാണാൻ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അവൻ എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം റിച്ചിയാണ് അവൻ്റെ വിഷയം. അവൾ കുറുമ്പോടെ മുഖം തിരിച്ചതും അവനൊരു കഷ്ണം ഇഡലി സാമ്പാറിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. അവളത് സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചതും ഇപ്പുറത്തെ ആൽബിയും അവൾക്ക് നേരെ നീട്ടി. അവൾ അതും വാങ്ങിക്കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സ്വയം വാരിക്കഴിക്കേണ്ടി വന്നില്ല. അവർ രണ്ടുപേരും അപ്പുറത്തിരുന്നും ഇപ്പുറത്തിരുന്നും അവൾക്ക് വാരിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് അവൾക്ക് നിറഞ്ഞു എന്ന് പറഞ്ഞതും അവർ സ്വയം കഴിക്കാൻ തുടങ്ങി. സിബി അവൾക്ക് ഒരു കപ്പ് പാല് കൊണ്ട് കൊടുത്തു. വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ നിർബന്ധിച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ചു. ഇതെല്ലാം കണ്ടോണ്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു റിച്ചി. മോനെന്താ അവിടെ തന്നെ നിന്നത്? വാ, കയറി വാ. റിച്ചിയെ കണ്ട അമ്മച്ചി അവനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ നിങ്ങളൊക്കെ കഴിക്കട്ടെ എന്ന് കരുതി, റിച്ചി ചിരിയോടെ പറഞ്ഞു. ചേട്ടായി കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് കഴിക്കാം. അപ്പു അവനെ വിളിച്ചു. വേണ്ടടാ, ഞാൻ കഴിച്ചതാ, നിങ്ങൾ കഴിക്ക. റിച്ചി പറഞ്ഞുകൊണ്ട് അടുത്തുള്ള സോഫയിലിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. പൊന്നു റിച്ചിയെ തന്നെ നോക്കുകയായിരുന്നു. ഒരു ബ്ലൂ കളർ ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് വേഷം. ഷർട്ടും മുകളിലത്തെ ബട്ടൺസ് ഇട്ടിട്ടില്ല. രോമാവൃതമായ നെഞ്ചിൽ കുരിശുമാല ഒട്ടിക്കിടപ്പുണ്ട്. കയ്യിൽ പതിവ് പോലെ ഇടിവളയും വാച്ചും ഇട്ടിട്ടുണ്ട്. മുടി അലസ്യമായി ഇട്ടിരിക്കുകയാണ്. മോളെ, നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ നോക്ക്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അഡ്മിഷനൊക്കെ എടുക്കേണ്ടതല്ലേ? ആൽബി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അമ്മച്ചിയുടെ അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്കിറങ്ങി അവൾ കണ്ടത് തന്നെയും നോക്കി ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന റിച്ചിയെയായിരുന്നു. വാ, കയറ്, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് ഒന്നുകൂടി എല്ലാവരെയും തിരിഞ്ഞു നോക്കി അവനോടൊപ്പം കയറി. വീട് കഴിഞ്ഞ് കുറച്ചും കൂടി ചെന്നതും അവൻ വണ്ടി നിർത്തി. എന്താ? അവൻ വണ്ടി നിർത്തിയതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്താണെന്ന് നിനക്കറിയില്ലേ? അവൻ മുഖം തിരിച്ച് അവളോട് ചോദിച്ചു. അവൾ അറിയില്ലെന്ന് ചുമലനക്കി. നീ ഇതിനു മുമ്പ് ബൈക്കിലൊന്നും കയറിയിട്ടില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ഉണ്ട്. ഇങ്ങനെയാണോ ബൈക്കിൽ ഇരിക്കുന്നേ? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള മട്ടിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മുന്നോട്ട് കയറിയിരിക്കടി. അതൊരു അലർച്ചയായിരുന്നു. അവൾ പേടിച്ച് മുന്നോട്ട് നീങ്ങി അവൻ്റെ പുറത്ത് തട്ടിയിരുന്നു. ബാ, എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. കൊച്ചിച്ചായൻ്റെ കൂടെ ബൈക്കിൽ കയറി. രണ്ട് സൈഡും കാലിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇച്ചായൻ്റെയും കൊച്ചിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് ഇട്ട് അവനെ തൊടാതിരിക്കുകയാണ് അവൾ, അതും ബാക്കിലെ കമ്പിയിൽ പിടിച്ച്. അവൾ മുന്നോട്ടിരുന്നതും അവളുടെ കൈയെടുത്ത് അവൻ അവൻ്റെ ഷോൾഡറിൽ വെപ്പിച്ചു. അവൻ കണ്ണാടിയിൽ കൂടി അവളെ ഒന്ന് നോക്കി. എന്തൊക്കെയോ ഇരുന്ന് പെറുപെറുക്കുകയാണെന്ന് അവന് മനസ്സിലായി. എന്തേലും ഉണ്ടെങ്കിൽ ഉറക്കെ പറയടി. വീണ്ടും അലർച്ചയോടെ തന്നെ അവൻ പറഞ്ഞു. ഒന്നുമില്ല, അവൾ വെക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞതും അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു.
അവളെ മുൻവശത്ത് നിർത്തി അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ പാർക്ക് ചെയ്യാൻ പോയി. അവൻ പാർക്ക് ചെയ്തു വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. റിച്ചിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം അവരെ നോക്കാൻ തുടങ്ങി. ചിലർ അതിശയത്തോടെയും മറ്റു ചിലർ അസൂയയോടെയും അവളെ നോക്കി. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളുടെ കയ്യും പിടിച്ച് ഓഫീസിലേക്ക് നടന്നു. അവിടെ ചെന്ന് അവൾക്ക് വേണ്ടി അഡ്മിഷൻ എടുത്തു. ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടായതുകൊണ്ട് അവളെ വേറെ ഏതെങ്കിലും ബാച്ചിലേക്ക് ഇരുത്തണമെന്ന് പറഞ്ഞെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞ 2 ആഴ്ചത്തെ ക്ലാസ് അവൾക്ക് അവൻ തന്നെ പഠിപ്പിച്ചോളാം, അവൻ്റെ ബാച്ചിൽ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞതും കൊച്ചിൻ്റെ കിളികളെല്ലാം കൂടും കുടുക്കയും എടുത്ത് പറന്നുപോയി. വായടച്ചു വെക്കടി, ഇല്ലെങ്കിൽ ഈച്ച കയറും, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ നോക്കി. അവനൊരു കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് അവളെ കണ്ണടച്ചു കാണിച്ചു. സാറിനോടെല്ലാം സംസാരിച്ച അവൻ അവളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് കയറാൻ പോയതും ആരോ അവൻ്റെ കയ്യിൽ പിടിച്ചു. വിശ്വ, എന്താടാ, എൻ്റെ പെങ്ങളെ പരിചയപ്പെടുത്തുന്നില്ലേ? വിശ്വ ചോദിച്ചതും റിച്ചി അവൾക്ക് അവനെയും അവൻ അവളെയും പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ചു നേരം വിശ്വമായിട്ട് സംസാരിച്ചപ്പോൾ അവൾക്ക് അവളുടെ ആൽബിച്ചായനെ പോലെ തോന്നി. അവർ പെട്ടെന്ന് തന്നെ കൂട്ടാവുകയും ചെയ്തു. വിശ്വയുടെയും റിച്ചിയുടെയും കൂടെ ക്ലാസ്സിലേക്ക് വരുന്ന പൊന്നുവിനെ കണ്ടതും പെൺകുട്ടികൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. റിച്ചി പൊന്നുവിനെ അവൻ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗേൾസിൻ്റെ സീറ്റിൽ കൊണ്ടിരുത്തി. അവൾക്കെല്ലാം പുതിയതായി തോന്നി. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ആരോ പിടുത്തമിട്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും കണ്ടത് തന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്ന നുണക്കുഴികളുള്ള ഒരു വെളുത്ത് മെലിഞ്ഞ പെൺകുട്ടി. ചമയങ്ങളൊന്നും തന്നെ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. പേടിയാണോ? ആ പെൺകുട്ടി ചോദിച്ചു. അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. പൊന്നു അവളെ നോക്കി മറുപടി പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ? അവൾ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. പൊന്നു തിരിച്ചു. ഞാൻ നേഹ മറിയം ജോസ്. അവൾ കൈനീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. മരിയ ജോൺ തോമസ്. അവൾ തിരിച്ചും കൈകോർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അല്ലേ, നമ്മുടെ വീട്ടുകാർ നമ്മുടെ പേരിൻ്റെ കൂടെ അപ്പന്മാരുടെ പേര് ചേർക്കുന്നത് പോട്ടെ, കൂടെ വല്യപ്പന്മാരുടെ പേരും കൂടി ചേർക്കും. എന്ത് കഷ്ടപ്പാടാടോ, എന്തുമാത്രം നീട്ടി പറയണം. നേഹ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. നേഹയും പൊന്നും പെട്ടെന്ന് തന്നെ കൂട്ടായി. നേഹ ഒരു കിളിക്കാമ്പെട്ടിയാണെന്ന് അവൾക്ക് തോന്നി. പുതിയൊരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു അവിടെ. നേഹയ്ക്ക് ഇവിടെ വേറെ ആരും ഫ്രണ്ട്സൊന്നും ഇല്ലേ? പൊന്നു സംശയത്തോട് ചോദിച്ചു. ഓ, നീ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ഉള്ളവളുമാരെല്ലാം ജാടകളാ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. വരും, ക്ലാസ് കഴിയും, പോകും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാ സമാധാനമായേ. നീ എന്താടി വരാൻ താമസിച്ചേ? ഞാനിവിടെ ആരോടും മിണ്ടാനില്ലാണ്ട് ശ്വാസം മുട്ടുമായിരുന്നു. അവൾ പൊന്നുവിനെ നോക്കി പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ അതെല്ലാം ചിരിയോടെ കേട്ടു നിന്നു. തനിക്ക് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു കൂട്ടുകാരെ കിട്ടിയതെന്ന് അവൾ ഓർത്തു. നേഹയും ഡിഗ്രി കഴിഞ്ഞ് വന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നമ്പർ വാങ്ങാനും മറന്നില്ല. സംസാരത്തിനിടയ്ക്ക് എപ്പോഴോ തിരിഞ്ഞു നോക്കിയ അവൾ കാണുന്നത് ഏതോ പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റിച്ചിയാണ്. റിച്ചിയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ റിച്ചിയെ നോക്കിയപ്പോഴുണ്ട് റിച്ചി അവളോട് ചിരിച്ച് സംസാരിക്കുകയാണ്. അവൻ നോക്കുന്നു എന്ന് കണ്ടപ്പോഴേക്കും അവൾ ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞിരുന്ന് നേഹയോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടൻ എന്താ ശനിയാഴ്ച വരാഞ്ഞേ? അനീറ്റ അവൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നടോ, റിച്ചി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ഒരുപാട് മിസ് ചെയ്തു ചേട്ടനെ, അനീറ്റ വിഷമത്തോടെ പറഞ്ഞതും റിച്ചിയും വിശ്വയും ഇത് എന്തിൻ്റെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു കഴിഞ്ഞതും സാർ ക്ലാസ്സിലേക്ക് വന്ന് പൊന്നുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. റിച്ചിയുടെ കസിനാണെന്ന് പറഞ്ഞതാണ് പരിചയപ്പെടുത്തിയത്. ആൺകുട്ടികളെല്ലാം അവളെ തന്നെ നോക്കുകയായിരുന്നു. ഇത് കാണുമ്പോഴെല്ലാം റിച്ചിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കും. അത് കാണുമ്പോഴെല്ലാം വിശ്വ അവനെ കളിയാക്കും. നീ പറഞ്ഞിട്ടാ ഞാനവൾ എൻ്റെ കസിനാണെന്ന് പറഞ്ഞത്. അവൻ വിശ്വയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഡാ മൈരെ, നീ ആദ്യം അവളോട് പറയും, എന്നിട്ടല്ലേ അവൾ നിന്റെ പെണ്ണാണെന്ന് മറ്റുള്ളവരോട് പറയുന്നേ. മാത്രമല്ല ആ അനീറ്റ അവൾക്കൊരു പാരയാണ്, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാ സേഫ്. വിശ്വ അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ഒരുത്തികളെയും പേടിയില്ല, അവൾ എൻ്റെ പെണ്ണാ, അതിനാരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. റിച്ചി പറഞ്ഞതും വിശ്വ ചിരിച്ചു. ഇന്റർവെൽ ടൈമിൽ കുറേ ആൺകുട്ടികൾ വന്ന് അവളെ പരിചയപ്പെടാൻ തുടങ്ങി. റിച്ചി ഇതെല്ലാം കണ്ട് മുഷ്ടി ചുരുട്ടിയിരിക്കുകയാണ്. വിശ്വയ്ക്ക് ഇതെല്ലാം കണ്ട് ചിരി വന്നു. അവൻ പതിയെ ഫോൺ എടുത്ത് റിച്ചിയുടെ റിയാക്ഷൻസ് ഫോണിൽ പകർത്തി അരുണിന് അയച്ചു കൊടുത്തിരുന്നു. ഹായ് മരിയ. സൗണ്ട് കേട്ടതും പൊന്നു തല ഉയർത്തി നോക്കി. നേരത്തെ റിച്ചിയോട് പഞ്ചാര ഒലിപ്പിച്ചവളാണെന്ന് മനസ്സിലായതും അവൾ ആർക്കോ വേണ്ടി ഒന്ന് ചിരിച്ചു കാണിച്ചു. വെളുത്തു മെലിഞ്ഞ നല്ല നീളമൊക്കെയുള്ള പെൺകുട്ടിയാണ് അനീറ്റ. ഹായ്, അവളും തിരിച്ചു പറഞ്ഞു. റോബിൻ ചേട്ടൻ്റെ കസിനാണല്ലേ? ഞാനും ചേട്ടനും ഭയങ്കര ഫ്രണ്ട്സാണ്, അനീറ്റ അവളോട് പറഞ്ഞു. അനീറ്റ എന്തൊക്കെയോ അവളോട് ചോദിച്ചു.
കുറച്ചു കഴിഞ്ഞതും പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അവൾ പോയി. ഇവൾ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇവിടെ സംസാരിക്കുന്നത്. ചിലപ്പോൾ നീ റോബിൻ ചേട്ടൻ്റെ കസിനാണെന്ന് പറഞ്ഞതുകൊണ്ടാകും. അനീറ്റ പോയി കഴിഞ്ഞതും നേഹ അവളോട് പറഞ്ഞു. അതെന്താ? പൊന്നു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നും പറയണ്ട, അവളുടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ അഹങ്കാരമാണ് ആ പെണ്ണിന്. എല്ലാവരെയും പുച്ഛവാ. ആകെ സംസാരിക്കുന്ന റോബിൻ ചേട്ടനോടും വിശ്വചേട്ടനോടുമാണ്. അവൾക്ക് നിന്റെ ബ്രദറിനെ ഒരു നോട്ടമുണ്ട്. ബട്ട് ചേട്ടൻ അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും അതറിയാം. നീ ചേട്ടൻ്റെ കസിൻ ആയതുകൊണ്ട് നിന്നെ വീഴ്ത്താനാണ് ഈ പരിചയപ്പെടൽ. നേഹ അങ്ങനെ പറയുന്നത് കേട്ടതും പൊന്നുവിൻ്റെ നെഞ്ചിലെന്തോ ഭാരം നിറയുന്നത് പോലെ അവൾക്ക് തോന്നി.